friends, welcome back to Divya's kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില്ലി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ചില്ലി ചിക്കൻ ഗ്രേവി വീട്ടിലും തയ്യാറാക്കി എടുക്കാം ട്ടോ. ഫ്രൈഡ് റൈസിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം ട്ടോ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഞാനിവിടെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഒരു 1/2 മണിക്കൂറിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ മാവൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ടായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ വേണം. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാട്ടോ. മോനാണിത് നട്ട് വളർത്തിയിട്ടുള്ളത്. ഒരാഴ്ച കൊണ്ടാണ് ഇത് ഇത്രയും വലുതായി കിട്ടിയത്. അപ്പോൾ ഇനി കടകളിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. ഒരു സവോള എടുത്തിട്ട് ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കം, 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും വേറെ വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സോസ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ പെട്ടെന്ന് കട്ട കിട്ടുമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളേ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മുഴുവൻ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഓയിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ മാറ്റി കൊടുത്തിട്ട് ബാക്കി ഓയില്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എല്ലാം കൂടിയും പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം അതുപോലെ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കുക്കാവണ്ട കേട്ടോ, പതുക്കെ വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്. ഇനി ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവിയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഇനി ചോറിൻ്റെ കൂടെയും കഴിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ മന്തി റൈസിൻ്റെ കൂടെയോ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് കാണാനൊരു ഭംഗിക്ക് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് ഈ ചില്ലി ചിക്കൻ ഗ്രേവി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.